വൈകുന്നേരമായപ്പോൾ അഴീക്കൽ വരെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ അഴീക്കൽ ബീച്ചിലെത്തി. സന്ധ്യാസമയത്താണ് ചെന്നത്. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോഴാണ് കുറച്ച് ചേട്ടന്മാർ കടലിലിട്ടേക്കുന്ന വല പിടിച്ച് കയറ്റുന്നത് കണ്ടത്. എന്നാൽ അത് മൊത്തം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു. വലയിൽ എന്തൊക്കെ മീനുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചേട്ടന്മാർ വല പിടിച്ച് കരയിലേക്ക് കയറ്റിയിരിക്കുന്നു. അധികം മീനുകളെ ഒന്നും അവർക്ക് ലഭിച്ചില്ല. 4-5 മീനുകൾ മാത്രം. അതിൽ എനിക്ക് ആ തെരണ്ടിയുടെ പേര് മാത്രമേ അറിയുകയുള്ളായിരുന്നു. ബാക്കി പേരുകളൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ മീനുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരൊന്നും അറിയില്ല. കിട്ടിയ മീനുകളെയെല്ലാം ഒരറ്റത്ത് കിടക്ക് അവരെടുത്തെറിയുന്നു. എല്ലാത്തിനും ജീവനുണ്ടെന്ന് തോന്നുന്നു. കിടന്ന് പിടയ്ക്കുന്നു ചില മീനുകൾ. അതൊക്കെ കണ്ട് അവിടെ കുറച്ചു നേരം നിന്നു. ഇനി ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു. കുതിരസവാരിയും ഒട്ടകസവാരിയും എല്ലാം ബീച്ചിലുണ്ട്. ഇപ്പോൾ 100 രൂപയാണ് ഒട്ടകസവാരിക്ക് ചാർജ് ചെയ്യുന്നത്. അതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നടന്നു. ബീച്ചിൽ അധികം തിരക്കില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെയാണെങ്കിൽ ഈ സമയത്ത് നല്ല തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. ബീച്ചില്ലാത്തതും കടൽ കയറി കിടക്കുന്നതുമാണ് കാരണമെന്ന് തോന്നുന്നു. എങ്കിലും കച്ചവടങ്ങളും മറ്റും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മുന്നോട്ട് തന്നെ നടന്നു. ഇനി ആ പാലം കയറി ഈ പാലത്തിലൂടെ അങ്ങേ അറ്റം വരെ പോകാമെന്ന് കരുതി. പാലത്തിൻ്റെ വലതുവശം കായലും ഇടതുവശം കടലും നേരെയും കടലാണ്. അതും കണ്ട് മുന്നോട്ട് നടന്നു. ധാരാളം കടകൾ ബീച്ചിൻ്റെ ഇരുവശത്തുമായി ഉണ്ട്. മുന്നോട്ട് നടന്നപ്പോഴാണ് ഓർത്തത് ലൈറ്റ് ഹൗസ് വരെ ഒന്ന് പോകണമായിരുന്നല്ലോ എന്ന്. എന്നാൽ സമയം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പ്രവേശനമില്ല. ആ കാണുന്ന പാലത്തിൻ്റെ വടക്കുവശം ആലപ്പുഴയും തെക്കുവശം കൊല്ലവുമാണ്. ഈ പാലത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടക്കാനുണ്ട്. നല്ല ദൂരമുണ്ട്. അപ്പോഴാണ് അങ്ങ് നിന്ന് ഒരു ബോട്ട് വരുന്നത് കണ്ട്. മത്സ്യബന്ധന ബോട്ടാണ്. ഇന്നലെയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ പോയ ബോട്ടായിരിക്കാം. ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ നടന്ന് അതിൻ്റെ അവസാനമെത്തി. അവിടെ നിന്ന് കുറേ കാഴ്ചകളും കണ്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ 6:45-7 മണിയായ സമയത്തേക്ക് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്.